നമസ്കാരം. മാസപ്പടി കേസിൽ KSIDCക്കെതിരെ നിശിത വിമർശനമാണ് ഇന്നും ഹൈക്കോടതി ഉന്നയിച്ചത്. SFIO അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിക്കാതെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടിയിരുന്നതെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ KSIDC എന്നും കോടതി ചോദിച്ചു. SFIO അന്വേഷണത്തിനെതിരെയുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ചോദ്യം ഉന്നയിച്ചത്. നിങ്ങളുടെ നോമിനിക്ക് CMRL നടന്നതെന്ന് അറിയില്ലെന്നത് ലോജിക്കൽ അല്ല. KSIDC പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ? SFIO അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് KSIDC ചെയ്യേണ്ടിയിരുന്നത്. സത്യം കണ്ടെത്താനാണ് ശ്രമമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. 57 കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്ന് KSIDC ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം 12ലേക്ക് മാറ്റിയിരിക്കുകയാണ്. SFIO അന്വേഷണത്തിനെതിരെ KSIDC സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. അന്വേഷണം സ്റ്റേ ചെയ്യാനാവില്ലെന്ന് ആദ്യം പരിഗണിച്ചപ്പോൾ തന്നെ കോടതി അറിയിച്ചിരുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ അറിവില്ലെന്നും വിവാദമുണ്ടായപ്പോൾ തന്നെ CMRLനോട് ഓഹരി പങ്കാളി എന്ന നിലയിൽ വിശദീകരണം ചോദിച്ചിരുന്നെന്നും KSIDC വ്യക്തമാക്കി. KSIDCയുടെ ഹർജിയിൽ കക്ഷി ചേരാൻ ഷോൺ ജോർജ് നൽകിയ അപേക്ഷയും അനുവദിക്കരുതെന്നുള്ള KSIDCയുടെ എതിർ സത്യവാങ്മൂലവും ഹൈക്കോടതി പരിശോധിക്കും. തങ്ങൾക്ക് ബന്ധമില്ലെന്നതിനാൽ SFIO അന്വേഷണം റദ്ദാക്കണമെന്നാണ് KSIDCയുടെ ആവശ്യം. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന എക്സോലോജിക് സൊല്യൂഷൻസ് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിയിരുന്നു. എന്തുകൊണ്ടാണ് SFIO അന്വേഷണത്തെ എതിർക്കുന്നതെന്നും ഇതിന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാക്കണമെന്നും കോടതി KSIDCയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്നും അന്ന് ഹർജി പരിശോധിക്കുന്നതിനിടെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. എന്നാൽ ഒന്നും ഒളിക്കാനില്ലെന്നായിരുന്നു KSIDCയുടെ മറുപടി. SFIO അന്വേഷണം തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത്. 2020-21 കാലം മുതൽ തന്നെ വിവിധ വിഷയങ്ങളിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസും മകളുടെ കമ്പനിക്കുമിടയിൽ നടന്നുവരുന്ന ഗുരുതര സ്വഭാവത്തിലുള്ള ഈ വ്യവഹാരങ്ങൾ പാർട്ടിയെ അറിയിച്ചിരുന്നു എന്നതാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ നടന്നുവരുന്ന അന്വേഷണങ്ങളുടെ ബാക്കി പത്രമാണ് നടക്കുന്നതെങ്കിൽ ഇപ്പോൾ മാത്രം രാഷ്ട്രീയ പ്രതിരോധത്തിന് ഇറങ്ങാനുള്ള കാരണം എന്തെന്ന ചോദ്യവും പ്രസക്തമാണ്. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണയുടെ ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി ഉത്തരവ് നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തിയത്. കമ്പനി നിയമനങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് 2020-21 കാലം മുതൽ എക്സോലോജിക് കമ്പനിയും രജിസ്ട്രാർ ഓഫ് കമ്പനീസിനും ഇടയിൽ വ്യവഹാരങ്ങൾ നടന്നു വരുന്നതായി ഉത്തരവിൽ പരാമർശമുണ്ട്. ഗുരുതര സ്വഭാവത്തിലുള്ള ഈ വ്യവഹാരത്തിന്റെ ഫലത്തെക്കുറിച്ചും എക്സോലോജിക് കമ്പനി ഉടമയ്ക്കും ബോധ്യമുണ്ടാവേണ്ടതാണ്. അത് സംരംഭക എന്ന തലത്തിലുള്ള പ്രശ്നമാണെങ്കിൽ കമ്പനി ഉടമയുടെ പിതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രി നേരിടുന്നത് രാഷ്ട്രീയ ധാർമ്മിക പ്രശ്നങ്ങളാണ്. ആദായ നികുതി വകുപ്പിന്റെ മാസപ്പടി കണ്ടെത്തലുമായി ബന്ധപ്പെട്ട മകളുടെ കമ്പനി അകപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ യഥാസമയം ബന്ധപ്പെട്ട പാർട്ടി ഘടകത്തെ അറിയിച്ചിരുന്നോ എന്നതാണ് CPM പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്ന ചോദ്യം. രാഷ്ട്രീയ ഭരണകർത്താവ് എന്ന നിലയിൽ പുലർത്തേണ്ട രാഷ്ട്രീയ ധാർമ്മികത കൂടിയാണത്. മകളുടെ കമ്പനി നേരിടുന്ന അന്വേഷണം പാർട്ടിയെ അക്കാലത്ത് തന്നെ അറിയിച്ചിരുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ തെറ്റാകുമായിരുന്നു. ഇനി അറിയിച്ചെങ്കിൽ തന്നെ എന്ത് ചെയ്തെന്ന ചോദ്യവും പ്രസക്തമാണ്. നേരത്തെ നടക്കുന്ന അന്വേഷണങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും തുടർച്ചയാണ് ഇപ്പോഴത്തെ അന്വേഷണമെങ്കിൽ മാസപ്പടി വിവാദത്തിന് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ചാടിപ്പുറപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന ചോദ്യം പാർട്ടി നേതൃത്വത്തിന് എതിരെയും ഉയരുന്നുണ്ട്. പാർട്ടി നേതൃത്വത്തിലുള്ളവരെ പോലും അതിശയിപ്പിച്ച പിന്തുണയായിരുന്നു CPM വീണ വിജയന് നൽകിയത്. വിവാദ വ്യവസായിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ ഉണ്ടാക്കിയ ബിസിനസ് ബന്ധത്തിൽ ധാർമ്മികത വിശദീകരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന വിമർശനം പാർട്ടിക്കകത്ത് പല തലങ്ങളിൽ ഉയരുന്നുണ്ട്. നന്ദി.